വിചിത്രവും അപകടകരവുമായ ഒരു വിദ്യാലയമായിരുന്നു ഇത്. ഇവിടെ ഒരു വിചിത്രമായ നിയമമുണ്ടായിരുന്നു. ഏതെങ്കിലും വിദ്യാർത്ഥി പാവാടയിട്ട് വന്നാൽ പ്രിൻസിപ്പൽ അവരെ ഉടൻ തന്നെ പിടികൂടി സ്കൂളിൽ നിന്ന് പുറത്താക്കും. കുട്ടികൾ എപ്പോഴും ഭയത്തിന്റെ അന്തരീക്ഷത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം ഡാരൻ വികൃതിയായി പ്രിൻസിപ്പലിന്റെ കേക്ക് മോഷ്ടിച്ചു. കുറച്ചു കഴിഞ്ഞ് പ്രിൻസിപ്പൽ ക്ലാസ് മുറിയിൽ വന്നപ്പോൾ ഡാരൻ ഒന്നും അറിയാത്തതുപോലെ നിന്നു. പക്ഷേ വായുവിൽ ഒരു വിചിത്രമായ ഗന്ധം കാരണം പ്രിൻസിപ്പലിന് തൽക്ഷണം ഡാരൻ ആണ് കള്ളനെന്ന് മനസ്സിലായി. കുപിതനായ പ്രിൻസിപ്പൽ 100 കിലോ ഭാരമുള്ള ഒരു വലിയ കേക്ക് ഓർഡർ ചെയ്യുകയും അത് പൂർണ്ണമായും തീർക്കാൻ ഡാരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു കഷ്ണം പോലും അവശേഷിപ്പിക്കരുത് എന്നും പറഞ്ഞു. ഇത് കണ്ട് സിഡ് വളരെ അസ്വസ്ഥനായി. ഡാരനോടുള്ള ശിക്ഷ വളരെ കഠിനമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനാൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ശരിയായ നിമിഷത്തിൽ അദ്ദേഹം രഹസ്യമായി പ്രിൻസിപ്പലിന്റെ ഗ്ലാസിലേക്ക് ഒരു പല്ലിയെ ഇട്ടു. പക്ഷേ പ്രിൻസിപ്പൽ അത് ഡേവിഡിന്റെ തമാശയാണെന്ന് കരുതി ദേഷ്യത്തിൽ ഡേവിഡിന്റെ ചെവി തിരിച്ചു. ഈ രംഗം കണ്ട ഒരു പെൺകുട്ടിക്ക് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനായില്ല. തന്റെ സുഹൃത്ത് അന്യായമായി ശിക്ഷിക്കപ്പെടുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തിൽ അവൾ തന്റെ ടെലികൈനറ്റിക് ശക്തികൾ ഉപയോഗിച്ച് പ്രിൻസിപ്പലിന്റെ ഗ്ലാസ് വായുവിലേക്ക് ഉയർത്തി. അടുത്ത നിമിഷം ഗ്ലാസ് പ്രിൻസിപ്പലിന്റെ മേൽ ചൊരിഞ്ഞു. അതിനുള്ളിലെ പല്ലി നേരെ അയാളുടെ അടിവസ്ത്രത്തിലേക്ക് കയറി. ക്ലാസ് മുഴുവൻ പൊട്ടിച്ചിരിച്ചു. ആദ്യമായി വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ നിസ്സഹായനായ ഒരവസ്ഥയിൽ കണ്ടു. ഇത് നിങ്ങളുടെ പ്രിൻസിപ്പലിനാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും?